ഡിയർ സ്റ്റുഡൻസ്, റേഷ്യോ അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഇറ്റ് റിവീൽസ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ലാഭമുണ്ടാക്കാനുള്ള കഴിവ് മെഷർ ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിലൂടെയാണ്. ചില ബിസിനസ് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കും, ചില ബിസിനസ്സിന് ലാഭക്ഷമത കുറവായിരിക്കും. അപ്പൊ ഈ ലാഭക്ഷമത മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. Important profitability ratios are 1. Gross profit ratio. It helps in ascertaining whether the average percentage of profit on the goods is maintained or not. അതായത് പലതരത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ആദ്യത്തെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. നമ്മളുടെ ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആണെങ്കിൽ, അതില് ഗുഡ്സിന്മേൽ നമ്മൾക്ക് ആവറേജ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ്. അതായത് നമ്മൾ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിലൂടെ അറിയാനായിട്ട് പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിലൂടെ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഇക്വേഷൻ ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതായത് സെയിൽസിൽ എത്ര ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നെറ്റ് സെയിൽസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ്. നമ്മളുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾക്കുള്ള ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ, ചിലപ്പോൾ സെയിൽസ് നടന്നത് റിട്ടേൺ ചെയ്യും, അത് ലെസ് ചെയ്യുമ്പോഴാണ് നെറ്റ് സെയിൽസ് കിട്ടുന്നത്. നമ്മൾ ക്യാഷ് ആയിട്ട് വിൽക്കാം അല്ലെങ്കിൽ കടത്തിന് വിൽക്കാം, എന്തായാലും സെയിൽസിന്റെ പരിധിയിൽ തന്നെയാണ് വരിക. ആ ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ്. അപ്പൊ ആ നെറ്റ് സെയിൽസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അതിന്മേൽ ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണും, പിന്നെ നെറ്റ് പ്രോഫിറ്റ് കാണും, അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ആ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതായത് ഒരു മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണക്കാക്കുന്നത്. ആ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത്. എന്തായാലും ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. 2. Net profit ratio. It is used to measure the overall profitability. It is an index of an efficiency and profitability of the business. Higher the ratio, better is the operational efficiency of the concern. Gross profit ratio പോലെ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഒരു ബിസിനസിന്റെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക. ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ, അതായത് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ആണോ അല്ലയോ എന്നറിയാനാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിലൂടെ ഒരു ബിസിനസിന്റെ എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും അറിയാനായിട്ട് പറ്റും. അതായത് കാര്യക്ഷമമായ ബിസിനസ് ആണെങ്കിൽ സ്വാഭാവികമായും നല്ല രീതിയിൽ ലാഭം ഉണ്ടാവുമല്ലോ. അങ്ങനെ കാര്യക്ഷമമായ ബിസിനസ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉപയോഗിക്കാവുന്നതാണ്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കൂടുന്തോറും ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും എല്ലാം കൂടുന്നത് ഒരു ബിസിനസിന്റെ എഫിഷ്യൻസിയെ കാണിക്കുന്നതാണ്. നല്ല കാര്യക്ഷമമായ ബിസിനസ്സുകൾക്കാണ്
ജി പി റേഷ്യോയും എൻ പി റേഷ്യോയും ഹയർ ആയിരിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ കൂടുന്തോറും ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഇക്വേഷൻ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെയും നെറ്റ് സെയിൽസ് തന്നെയാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ സെയിൽസ്, ക്യാഷ് സെയിൽസ് ആവാം, ക്രെഡിറ്റ് സെയിൽസ് ആവാം, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ സെയിൽസ് ഉണ്ടാവും. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും സാധനം വാങ്ങിയിട്ട് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും സെയിൽസിൽ വരില്ലല്ലോ. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത ശേഷമുള്ള നെറ്റ് സെയിൽസ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പക്ഷേ ഗ്രോസ് പ്രോഫിറ്റിന് പകരം നെറ്റ് പ്രോഫിറ്റ് ആണ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം ജി പി കാണും, ഗ്രോസ് പ്രോഫിറ്റ് കാണും. അതിൽ നിന്നും കുറേ എക്സ്പെൻസസും ഇൻകംസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നത്, എൻ പി. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും എല്ലാം പരിഗണിച്ചിട്ടാണ്, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഓപ്പറേറ്റിംഗ് ഇൻകംസും എല്ലാം പരിഗണിച്ച ശേഷമാണ് നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇനി പ്രോബ്ലംസ് ആണ്. ഇല്ലസ്ട്രേഷൻ 1. From the following information, find out gross profit ratio and net profit ratio. നമ്മൾ രണ്ട് തരം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിനെ കുറിച്ച് പറഞ്ഞു, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും. അതിന്റെ ഇക്വേഷൻസും പറഞ്ഞു. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ് സെയിൽസ് 1,50,000, ഗ്രോസ് പ്രോഫിറ്റ് 50,000, നെറ്റ് പ്രോഫിറ്റ് 30,000. എല്ലാം ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്, വളരെ ഈസി ആയി സോൾവ് ചെയ്യാം. നെറ്റ് സെയിൽസ് തന്നെയാണ് തന്നിരിക്കുന്നത്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഗ്രോസ് സെയിൽസ് തന്ന് നെറ്റ് സെയിൽസ് കാണാനൊന്നും പറഞ്ഞിട്ടില്ല. നെറ്റ് സെയിൽസ് 1,50,000 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ജി പിയും എൻ പിയും ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്, 50,000ഉം 30,000ഉം. അപ്പോൾ ഇക്വേഷൻ ഡയറക്റ്റ് ആയി അപ്ലൈ ചെയ്യാം. സൊല്യൂഷൻ: ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പൊ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് 50,000 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 1,50,000 ഇൻറ്റു 100. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ 33.33 ആണ് വരിക. അപ്പൊ ഇത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എല്ലാം പെർസെൻറ്റേജിലാണ് എഴുതേണ്ടത്. 33.33%. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 30,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് തന്നെയാണ്, 1,50,000 ഇൻറ്റു 100. അത് സോൾവ് ചെയ്യുമ്പോൾ 20 ആണ് വരിക, 20%. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 20%. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ജി പി റേഷ്യോയിൽ ജി പി ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, എൻ പി റേഷ്യോയിൽ എൻ പി ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. താങ്ക് യു.